അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ ചിന്തകൾ. ചിന്തകളാണ് നമുക്ക് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും അതോടൊപ്പം നമുക്ക് തടസ്സം സൃഷ്ടിക്കുന്നതും. ചിന്തകൾമേൽ നമുക്ക് ഒരു നിയന്ത്രണമില്ലെങ്കിൽ തടസ്സങ്ങളായിരിക്കും കൂടുതൽ. ചിന്തകളിന്മേൽ ഒരല്പം നിയന്ത്രണം നമുക്ക് ലഭിക്കുകയും അങ്ങനെ ചെറിയ തോതിൽ നമ്മൾ അതിനെ മാനേജ് ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ജീവിതം നമുക്ക് അനുകൂലമായിട്ട് മാറും എന്ന് പല തവണ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ചിന്തകളെ നമുക്ക് എങ്ങനെ നമുക്ക് നമ്മളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡെയിലി വരുന്ന ക്ലാസ്, മെഡിറ്റേഷൻ ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നതിന്, ശരിയായ രീതിയിൽ നമ്മുടെ ചിന്തകളെ നയിക്കുന്നതിനൊക്കെ ഈ പ്രാക്ടീസുകളൊക്കെ നമ്മെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ചിന്തകളിന്മേൽ നിയന്ത്രണമില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മളൊരു ശ്രമവും നടത്തുന്നില്ലെങ്കിൽ, വലിയ പ്രശ്നങ്ങൾ നമുക്ക് അത് സൃഷ്ടിക്കുകയും ചെയ്യും. അപ്പോൾ ചിന്തകളിൽ നിന്ന് പ്രവർത്തികൾ, തീരുമാനങ്ങൾ, ആക്ഷൻസ് അതിൻ്റെ റിസൾട്ട് നമുക്ക് ഓരോ ദിവസവും അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് വളരെ ഹാപ്പിയായി പ്ലസൻ്റായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തകളെ ഓരോ ദിവസവും നിരീക്ഷിക്കുക. അതിനെ നമുക്ക് അനുകൂലമായ രീതിയിൽ ബോധപൂർവം ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓരോ ദിവസവും നമുക്കിങ്ങനെ റിഫൈൻ ചെയ്ത് വരും. ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിലൊക്കെ സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് അനുഭവിക്കുന്നുണ്ടാവും. നിങ്ങൾ സ്ഥിരമായിട്ട് ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ചിന്തകളിന്മേൽ നിങ്ങൾക്ക് നിയന്ത്രണം വരികയും അതുപോലെ നെഗറ്റീവ് ചിന്തകൾ വരുന്ന സമയത്ത് വരുമ്പോൾ തന്നെ നമുക്കറിയും മറ്റാൾ വരുന്നുണ്ട്, ഇപ്പോൾ മാറ്റണം എന്നൊരു ബോധം നമുക്ക് ലഭിക്കുകയും അങ്ങനെ നമ്മൾ പ്രാക്ടീസിലൂടെ നല്ല നല്ല ചിന്തകൾ ക്രിയേറ്റ് ചെയ്യും. അത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സമാധാനം കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ പല സ്റ്റുഡൻസും അത്തരത്തിലുള്ള മെസ്സേജുകളൊക്കെ അയക്കാറുണ്ട്. തുടക്കത്തിൽ ചിന്തകൾ എങ്ങനെയായിരുന്നു, ഇപ്പം എങ്ങനെയെന്നൊക്കെ അവർ പലപ്പോഴും പല മെസ്സേജുകളായിട്ട് നമുക്ക് അയച്ചു തരാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് സാധ്യമാണ്. ചിന്തകളെ ഇല്ലാതാക്കുവാൻ നമുക്ക് സാധ്യമല്ല. കാരണം നമ്മുടെ ബ്രെയിനുള്ളിടത്തോളം ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും. അവയെ കുറച്ച് കൊണ്ടുവരുവാൻ സാധിക്കും. അവയെ നമുക്ക് ആവശ്യമുള്ള ചിന്തകളാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് 100% ഗ്യാരണ്ടീഡാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഓരോ ദിവസവും ഈ പ്രാക്ടീസുകളൊക്കെ നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത്തരം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്, മെഡിറ്റേഷനിൽ പങ്കെടുക്കുന്നത്, പിന്നെ നമ്മൾ കുറേ പ്രാക്ടീസുകളൊക്കെ പറഞ്ഞു. അതൊക്കെ ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് ഇവാലുവേഷൻ ഒന്ന് നടത്തി നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ, അതുമായിട്ടുള്ള ചിന്തകളായിരിക്കും നിങ്ങളെപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, എപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തകളായിരിക്കും. അതുപോലെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ, അത്തരം ചിന്തകളായിരിക്കും മനസ്സിലൂടെ കൂടുതൽ ഇങ്ങനെ കടന്നു പോകുന്നത്. അത് നെഗറ്റീവായിട്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾ, അയ്യോ കടം, സാമ്പത്തികമായിട്ട് പ്രശ്നമാണല്ലോ, ഈ കടം എങ്ങനെ വീട്ടും, അങ്ങനെയുള്ള ചിന്തകളായിരിക്കും ആ വ്യക്തി ചിന്തിക്കുക. ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുള്ള ആൾ ചിന്തിക്കുക, എന്തൊരു അസ്വസ്ഥതയാണ്, ഇത് കുറേ ദിവസമായല്ലോ, ഇപ്പോൾ ഡോക്ടർ കാണിച്ചിട്ടും മരുന്ന് കഴിച്ചിട്ടും മാറ്റമില്ലല്ലോ, ഇനിയിപ്പോൾ ഇതെന്തായിരിക്കും സംഭവം, ഇത് വലിയ പ്രശ്നമായിരിക്കും, അങ്ങനെ ചിന്തിക്കും. ബന്ധത്തിൽ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട അഥവാ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണുള്ളതെങ്കിൽ ആ വ്യക്തി ചിന്തിക്കുന്നത്, എൻ്റെ റിലേഷൻഷിപ്പ് ശരിയാവുന്നില്ലല്ലോ, എത്ര കാലമായി ഇങ്ങനെ, എന്തൊരു ജീവിതമാണ്. അങ്ങനെ നെഗറ്റീവായിട്ടുള്ള അത്തരം ചിന്തകളായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇനി നിങ്ങൾക്കിപ്പോൾ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല, റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നവുമില്ല, എന്നാൽ സാമ്പത്തികമായിട്ട് നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആണ്. പക്ഷേ ഇവിടെ ആരോഗ്യപരമായിട്ടുള്ളൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അപ്പോൾ എപ്പോഴും നമ്മൾ അതിനെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും. അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നെഗറ്റീവ് ചിന്തകളായിരിക്കും ഒരു ദിവസത്തിൽ കൂടുതലും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യമല്ലേ? അപ്പോൾ ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? നമുക്ക് മറ്റുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഹാപ്പി, എക്സ്ട്രീം സക്സസ്ഫുൾ ആണെങ്കിലും നമ്മളെ എന്താണോ ബോദർ ചെയ്യുന്നത്, അതായത് എന്താണ് നമുക്ക് ഇല്ലാത്തത്, നെഗറ്റീവായിട്ടുള്ളത്, അതിനെക്കുറിച്ച് മനസ്സ് ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇങ്ങനെ നെഗറ്റീവായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചത് കൊണ്ട് നമുക്ക് പരിഹാരമൊന്നും ലഭിക്കുകയുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മനസ്സ്, ബ്രെയിൻ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ഹാബിറ്റാണ്. അപ്പോൾ അതിൻ്റെ മേൽ
നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള കൺട്രോളും അല്ലെങ്കിൽ ഒരു നിയന്ത്രണവും നിങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ, അത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ചിന്തകൾ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. ഏത് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ. എന്നാൽ നിങ്ങൾ ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെ മനസ്സ് നമ്മൾ ചിന്തകൾ നമ്മൾ നിയന്ത്രിക്കേണ്ടത് ആവശ്യകതയെക്കുറിച്ചൊക്കെ നിങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾ അവിടെ കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി നിങ്ങളുടെ ചിന്തകളെ ശരിയായ രീതിയിൽ കൊണ്ടുവരാനുള്ള പ്രാക്ടീസുകളൊക്കെ ചെയ്യും. അല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ നെഗറ്റീവ് ചിന്ത ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ പ്രശ്നത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ആ പ്രശ്നത്തെ ഇങ്ങനെ വലുതാക്കും. അപ്പോൾ ഇത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു നേച്ചറാണ്. അല്ലെങ്കിൽ ഇത് നമ്മൾ പരിശീലിപ്പിച്ചെടുത്ത ഒരു ഹാബിറ്റാക്കി മാറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കാനുള്ള ഡേഞ്ചറുകളെക്കുറിച്ച്, പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു ശീലം നമ്മുടെ ബ്രെയിനിൽ കുറേ മുമ്പ് മുതലേ നമുക്ക് വന്നിട്ടുണ്ട്. അതിന് കാരണം നമ്മൾ പ്രിമിറ്റീവ് ആയിട്ടുള്ള കാലഘട്ടങ്ങളിൽ, അതായത് നമ്മുടെ പൂർവികന്മാരൊക്കെ കാട്ടിലൊക്കെ വസിച്ചിരുന്ന സമയത്ത് അവർക്ക് അവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ ഇത്തരം ചിന്തകൾ അത്യാവശ്യമാണ്. കാരണം ഏത് സമയത്താണ് മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് അറ്റാക്ക് ഉണ്ടാവുക, മറ്റുള്ള ട്രൈബിൽ നിന്ന് അറ്റാക്കുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യം കാട്ടിലൊക്കെ ജീവിച്ചിരുന്ന കാലത്ത്, അതായത് 10,000 20,000 ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ്, 50,000 ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് കാട്ടിലൊക്കെ ആയിരുന്നല്ലോ ജീവിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആ ഒരു ബ്രെയിൻ അത്യാവശ്യമായിരുന്നു. എപ്പോഴും അലേർട്ടായിരിക്കണം. അപ്പോൾ ഈ ബ്രെയിൻ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ചിന്തിക്കുക. അയ്യോ! അവിടുന്ന് ഒരു മൃഗത്തിൻ്റെ അറ്റാക്ക് വരുമോ? ഇവിടുന്ന് വേറെ ആളുകളെ അറ്റാക്ക് ചെയ്യാൻ വരുമോ? അങ്ങനെ എപ്പോഴും അറ്റാക്കിനെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും ഇങ്ങനെ ചിന്തിക്കുന്നൊരു മൈൻഡായിരുന്നു, അല്ലെങ്കിൽ ബ്രെയിനായിരുന്നു അന്നത്തെ കാലത്തുണ്ടായിരുന്നു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ സേഫായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിലാണ്. നമുക്ക് താമസിക്കാൻ ഉള്ള സൗകര്യമുണ്ട്. ഭക്ഷണം അവൈലബിൾ ആണ്. നമുക്ക് കാര്യമായിട്ടുള്ള ത്രെട്ടൊന്നും ഇല്ല. ആരും പെട്ടെന്ന് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുകയോ, അല്ലെങ്കിൽ മൃഗങ്ങൾ വന്ന് അറ്റാക്ക് ചെയ്യുകയോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊന്നുമല്ല. പക്ഷേ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഭാഗം, ഈ പ്രിമിറ്റീവ് പാർട്ട് ഓഫ് ബ്രെയിന് ഇപ്പോഴും അത്രമാത്രം ഡെവലപ്ഡ് ആയിട്ടില്ല. ബ്രെയിന് വളരെയധികം ഡെവലപ്പ് ആയിട്ടുണ്ട്. പക്ഷേ ഈ പ്രിമിറ്റീവ് ഭാഗം ഇപ്പോഴും നമ്മുടെ ബ്രെയിനിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ബ്രെയിൻ എപ്പോഴും ഇങ്ങനെ ഒരു സംശയം, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ളൊരു ചിന്തകൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും നമ്മളെ അലേർട്ടാക്കിയിരിക്കുവാൻ വേണ്ടിയിട്ട്. കാരണം മറ്റ് അറ്റാക്ക് ഉണ്ടാവുമോ? അല്ലെങ്കിൽ നമ്മളെ എൻവയോൺമെൻറ്റിൽ നിന്നും നമ്മുടെ ശരീരത്തെ വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങളുണ്ടാവുമോ എന്ന് ചിന്തിച്ച്. അപ്പോൾ ഈ പ്രിമിറ്റീവ് ബ്രെയിൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മളെപ്പോഴും അലേർട്ടാക്കിക്കൊണ്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണത്. പക്ഷേ നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ കാട്ടിലല്ല ജീവിക്കുന്നത്. നമ്മൾ സേഫ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിലാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ അലേർട്ടായിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ സേഫാണ്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോധമനസ്സിൻ്റെ ചിന്ത കൂട്ടിക്കൊണ്ട് വന്നേ പറ്റൂ. അതായത് ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിൽക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റും. അല്ലാത്തിടത്തോളം നമ്മൾ നമ്മുടെ മനസ്സിന്മേൽ ഒരു തരത്തിലുള്ള അറ്റൻഷനും കൊടുത്തില്ലെങ്കിൽ ഈ ചിന്തകളൊക്കെ ഈ പറഞ്ഞതുപോലെ നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ മനസ്സ് എപ്പോഴും ഓവർ തിങ്കിങ്, ടെൻഷൻ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളെ അലേർട്ടാക്കിയിരിക്കുവാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് നമുക്ക് ദോഷമാണ്. നമ്മുടെ ശരീരത്തിനും ദോഷമാണ്. കാരണം എപ്പോഴും നമ്മൾ അലേർട്ടായിട്ടിരിക്കുമ്പോൾ, നെഗറ്റീവായിട്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പേടിച്ചിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലിരിക്കുന്ന സമയത്തൊക്കെ എനർജി അത്രയും കൺസ്യൂം ചെയ്യുകയാണ്. ബ്രെയിനിൻ്റെ എനർജി, ശരീരത്തിൻ്റെ എനർജിയൊക്കെ. അപ്പോൾ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലാണ്. അപ്പോൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലിരിക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും പീസ്, ശാന്തി, സമാധാനം, ആഹ്, അല്ലെങ്കിൽ നല്ല ചിന്തകൾ ഇവയെ കൊണ്ടുവരാൻ സാധിക്കില്ല. റൈറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിതം വളരെ ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ നേടുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനാണ് നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കുക, പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും നമ്മുടെ ചിന്തയിൽ. അതുപോലെ നമ്മുടെ ആരോഗ്യം ആണ് നമുക്ക് ബുദ്ധിമുട്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകൾ എപ്പോഴും അതിലായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് മാറ്റി നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മുടെ ചിന്തകളെ നിലനിർത്താൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ നിരന്തരം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയുവാൻ സാധിക്കും. ഇപ്പോൾ ഒരു ചിന്ത വരുന്നുണ്ട്, ഇത് എനിക്ക് അനുകൂലമല്ല. അപ്പോൾ നമ്മളതിനെ മെല്ലെ മാറ്റും.
ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ പ്രിമിറ്റീവ് ബ്രെയിനിന് വല്ലാതെ പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും നമുക്ക് ആവശ്യമുള്ള ബ്രെയിൻ അതിന് ശരിയായിട്ടുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും. അങ്ങനെ ഉപയോഗിക്കുവാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നത്. നമ്മൾ വളരെ ഫോക്കസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് ഈ അലസത, മടി കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നത്. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയും ജീവിതത്തിൽ വലിയ പുരോഗതി സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിനൊരു നിയന്ത്രണമില്ലാതെ വിടുകയാണെങ്കിൽ അത് പ്രിമിറ്റീവ് ബ്രെയിനിൻ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓവർ തിങ്കിങ്, നെഗറ്റീവ് തിങ്കിങ്, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, പേടി, ഭയം കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും ഇതൊക്കെ. അനവധി കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ കളർ കൊടുത്താണ് ചിന്തിക്കുന്നത് അബോധപൂർവമായി. എന്നാൽ നമ്മൾ ഈ പ്രസന്റ് മൊമെന്റിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ശ്വാസഗതിയെ ശ്രദ്ധിക്കുന്ന സമയത്ത്, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, ബോധപൂർവം ഈ നിമിഷത്തിൽ നിലനിൽക്കാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, സന്തോഷവും സംതൃപ്തിയും ഒക്കെ നമ്മൾ ബോധപൂർവം ചിന്തിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഈ ബ്രെയിനിൻ്റെ പ്രിമിറ്റീവ് ബ്രെയിനിൻ്റെ തിങ്കിങ്ങിൽ നിന്നും മാറി നമ്മൾ നമ്മുടെ ബ്രെയിനിൻ്റെ ശരിയായിട്ടുള്ള പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ഭാഗത്തെ ആക്ടിവേറ്റ് ചെയ്യുകയും അങ്ങനെ ജീവിതത്തിൽ നല്ല തീരുമാനങ്ങളും നല്ല ആക്ഷൻസുകളൊക്കെ എടുത്ത് നമുക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു കാര്യം ഇപ്പോൾ നിങ്ങളെ ബോദർ ചെയ്യുന്ന നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും നിങ്ങൾക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ചിന്ത എന്താണെന്ന് കണ്ടെത്തുക. അത് നിങ്ങളുടെ വലിയ പ്രശ്നമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ആ പ്രശ്നത്തെ നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക. ഇപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ ഇന്ന ആരോഗ്യ പ്രശ്നം. ഓക്കെ. അത് എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് അതിനെടുക്കുവാൻ നിങ്ങൾക്കതിന് ചെയ്യുവാൻ സാധിക്കുന്ന പരിഹാര മാർഗ്ഗങ്ങളൊന്ന് വിശദമായിട്ട് എഴുതി വയ്ക്കുക. ഇങ്ങനെ നിങ്ങൾ എഴുതി വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അതിന് വേണ്ട ഒരു പരിഹാരം ചെയ്യാൻ തീരുമാനിച്ചു. അതിന് ശ്രമം എടുത്തു എന്ന് ബോധ്യപ്പെടുകയും അത്തരത്തിലുള്ള ചിന്ത നിങ്ങളെ അലോസരപ്പെടുത്താതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മളുടെ പ്രശ്നം നമ്മൾ പരിഹരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഒന്നും ചെയ്യില്ല എന്നല്ല. പക്ഷേ ഇത്തരം ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അനാവശ്യ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വന്ന് നമ്മളെ വേദനിപ്പിക്കാതിരിക്കുകയും നമുക്ക് ക്രിയാത്മകമായിട്ട് കാര്യങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പോൾ ആരോഗ്യമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ എനിക്ക് ഇന്ന ആരോഗ്യ പ്രശ്നം, അത് അതിനെന്തൊക്കെ പരിഹാരങ്ങളാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതുണ്ട്. വ്യായാമങ്ങൾ ചെയ്യണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതുണ്ട്. നമ്മളെ ഭക്ഷണശീലത്തിൽ മാറ്റം വരുത്തേണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയാണോ പരിഹാരങ്ങൾ അത് നിങ്ങൾ എഴുതി വെക്കുകയും അതിന് വേണ്ട സ്റ്റെപ്പ് എടുക്കുവാൻ നിങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുക. ഇപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതുണ്ടാവാം. അങ്ങനെ എന്തൊക്കെയാണോ എന്നുള്ളത് അത് വിശദമായിട്ട് നിങ്ങൾ എഴുതി വെക്കുകയും അതിലെ ചെറിയ ചെറിയ ആക്ഷൻസ് എടുക്കാൻ നിങ്ങൾ തീരുമാനിക്കുകയും അങ്ങനെ എടുക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകൾ നിങ്ങളെ ബോധർ ചെയ്യില്ല. ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, അത്തരം ചിന്തയാണ് നിങ്ങൾ വല്ലാതെ ബോദർ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം എഴുതുക. നിങ്ങൾക്കുള്ള ആഹ്, സാമ്പത്തിക ബാധ്യത എത്രയാണ്? നിങ്ങൾ അസറ്റ് എത്രയാണ് നിങ്ങളുടെ കയ്യിൽ? അല്ലെങ്കിൽ അസറ്റായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട്? പ്രോപ്പർട്ടിയോ കാര്യങ്ങളോ അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. പിന്നെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം, ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ സോൾവ് ചെയ്യാൻ പോകുന്നത്? അതിൻ്റെ ഒരു വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഈ ചിന്തകൾ നിങ്ങളെ വല്ലാതെ ബോദർ ചെയ്യില്ല. നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കില്ല. അങ്ങനെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയും അതോടൊപ്പം ഈ മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരം ചിന്തകളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുകയും ഈ നിമിഷത്തിൽ നിലനിൽക്കുവാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ ഈ നിമിഷത്തിൽ നിലനിന്ന് മനസ്സ് വളരെ ശാന്തമാകുന്ന അവസ്ഥ, സമാധാനം ലഭിക്കുന്ന അവസ്ഥ, സന്തോഷം ലഭിക്കുന്ന അവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിലെ ഓരോ നിമിഷവും നമുക്ക് ആസ്വാദ്യകരമായി മാറുകയും ജീവിതം വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയി മാറുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ചിന്തകളെ, മനസ്സിനെ മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എല്ലാ തരത്തിലുള്ള ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ മനസ്സ് ശരിയല്ല. അങ്ങനെ കുറേ ആളുകളില്ലേ? അപ്പോൾ എല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല. മറിച്ച് മനസ്സിനെ ഈ നിമിഷത്തിൽ നിലനിർത്തുന്നതിനും മനസ്സിൻ്റെ ചിന്തകളിന്മേൽ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നതിനും ബോധപൂർവം പോസിറ്റീവായിട്ടുള്ള നല്ല ചിന്തകൾ ചിന്തിച്ച് പ്രാക്ടീസ് ചെയ്ത് അതൊരു ശീലമാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജീവിതം വളരെ ഹാപ്പി ആയിരിക്കും. നമുക്ക് ഓരോ നിമിഷവും ജീവിതം വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറുകയും ചെയ്യും. കുറേ വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ
ജീവിതം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ജീവിതം അടിപൊളിയാണ്, സൂപ്പറാണ് എന്ന് ആത്മാർത്ഥമായി ഉള്ളിൽ നിന്നും പറയുവാൻ നമുക്ക് സാധിക്കും. അപ്പം അങ്ങനെ സാധിക്കണമെങ്കിൽ നമ്മുടെ ചിന്തകളിൽ മേൽ, മനസ്സിൻ്റെ മേൽ അല്പനിയന്ത്രണം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അത് പ്രാക്ടീസിലൂടെ മാത്രമേ സാധിക്കൂ. പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല. ദിവസം നമ്മൾ കുളിക്കുന്നത് പോലെ, ഫ്രഷ് ആവുന്നത് പോലെ, അത് നമ്മൾ ദിവസവും ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ്നെസ് ഫീൽ ചെയ്യില്ല. ഒരു അസ്വസ്ഥതയായിരിക്കും. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ നിരന്തരം ചെയ്യുമ്പോൾ ജീവിതത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിക്കും. നമ്മുടെ സ്വഭാവത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിക്കും. നമ്മുടെ ബിഹേവിയർ, നമ്മുടെ സംസാര രീതി, ജീവിതത്തെ അനുഭവിക്കുന്ന രീതികളൊക്കെ നമുക്ക് മാറും. ഈ നിമിഷത്തിൽ നിലനിന്ന് നമുക്ക് വളരെ സന്തോഷത്തോടെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓരോ ദിവസവും വളരെ നെഗറ്റീവ് അടിച്ച് വളരെ ജീവിതം വേസ്റ്റ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ഒരു പരാജയമില്ല. അപ്പോൾ ഓരോ ദിവസവും തീരുമാനിക്കുക, ഞാൻ ഈ നിമിഷത്തിൽ നിലനിൽക്കും. എൻ്റെ ചിന്തകൾക്ക് ഞാൻ വലിയ പ്രാധാന്യം കൊടുക്കില്ല. ബോധപൂർവം നല്ല ചിന്തകളെ ഞാൻ സൃഷ്ടിക്കും. എനിക്ക് മാറ്റങ്ങൾ വരുത്തുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തികൾ, ആക്ഷൻസ് ഞാൻ എടുക്കും. ഇങ്ങനെയൊക്കെ തീരുമാനിച്ച് നമ്മൾ ഓരോ നിമിഷവും ചിലവഴിക്കുമ്പോൾ ജീവിതം വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറും.